ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് മലബാറിലെ തന്നെ വൺ ഓഫ് ദ ലീഡിംഗ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് കമ്പനിയായ എസ്സ ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ മിസ്റ്റർ സൽമാനെയാണ്. അപ്പോൾ സൽമാൻ, നമ്മൾ എങ്ങനെയാണ് ഈ എസ്സ ഗ്രൂപ്പ് എന്നുള്ള സ്ഥാപനം തുടങ്ങിയത്? എങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം, ജേർണി ഒന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാമോ? എസ്സ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് ആണ്. ഓക്കെ. അതിൻ്റെ അണ്ടറിൽ ഒരു 5 സെഗ്മെന്റ് വരുന്നുണ്ട്. ഒന്ന് ബിൽഡേഴ്സ്, ഡെവലപ്പേഴ്സ്, റിയൽ എസ്റ്റേറ്റ്, റെന്റൽ, ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കൊരു കമ്പനീനെ പെട്ടെന്നൊരു നല്ല ലെവലിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് എന്നുള്ള സെഗ്മെന്റിലേക്ക് വരുന്നത്. എസ്സ ഗ്രൂപ്പ് എന്നുള്ള സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? ഫാദറാണ് നമ്മളെ ബേസ് മെയിൻ. ഒരു 30ാമത്തെ വയസ്സിലാണ് ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് എൻ്റെ ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹമാണ്. ഒരു സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു കുറച്ച് കാലങ്ങളായിട്ട് പഠിച്ചു, പ്രിപ്പയർ ആയതിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റുകൾ? മെയിൻ പറയുകയാണെങ്കിൽ നമ്മളാക്കി മാറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു മെയിൻ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണ നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. ബാലഗോപാലൻ ഡോക്ടർ. ഇപ്പം അതിന്റെ പേര് റീനെയിം ചെയ്തിട്ട് ബാലഗോപാലൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അത് ഏകദേശം ഒരു 70,000 സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിംഗ് ആണ്. നമ്മളെ 5ാമത്തെ പ്രൊജക്ട് ആണ്. എന്തൊക്കെയാണ് ചാലഞ്ചുകളായിട്ട് ഇതുവരെയുള്ള എസ്സ ഗ്രൂപ്പിന്റെ ജേർണിയിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഫസ്റ്റിലെ ചലഞ്ചസ് എന്താ വെച്ചാൽ വർക്ക് കിട്ടുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. പിന്നത്തെ ചലഞ്ചസ് പറഞ്ഞാൽ ടീമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു വർക്ക് എടുക്കാനാണെങ്കിൽ ഞാൻ ഒറ്റക്ക് മതി, 2 വർക്കാണെങ്കിലും ഞാൻ മതി. 3, 4, 5, 6 വർക്കും അത് പല പല സ്ഥലത്താവുമ്പോൾ അത്ര രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ടീമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല, അത് കറക്റ്റ് ഡെലിവർ ചെയ്യാൻ പറ്റില്ല. നമ്മളെ ബിസിനസ് എസ്സ ഗ്രൂപ്പ് എന്നുള്ള ബിസിനസ് ഡിജിറ്റലി ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ തന്നെ ചെറിയ രീതിയിലൊക്കെ ഇത് ബൂസ്റ്റ് ചെയ്തിട്ട് ലീഡുകൾ ജനറേറ്റ് ആയിട്ടുണ്ട്. ഈ ലീഡ് ജനറേറ്റ് ആയാലും ക്വാളിറ്റി ലീഡ് ഉണ്ടാവും, ചെറിയ രീതിയിൽ അന്വേഷിക്കാന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. ആൾക്കാരൊരു സൈക്കോളജി ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു ഡെലിവറി ചെയ്യുന്ന സമയത്ത് എന്തോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുക, ഒരു ഓളം ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നിർബന്ധമാണ്. ഇനി എസ്സ ഗ്രൂപ്പിന്റെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ്? 2030 കൂടി ഏകദേശം GCC രാജ്യങ്ങളിൽ കൂടി എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് എസ്സ ഗ്രൂപ്പിന്റെ ഫ്യൂച്ചർ പ്ലാൻ. GCC കൂടി എക്സ്പാൻഡ് ചെയ്യുക, കൺസ്ട്രക്ഷൻ നല്ല രീതിയിലേക്ക് ഒരു കേരളത്തിൽ തന്നെ നല്ല രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ കമ്പനി ആയിട്ട് മാറാന്നുള്ളതാണ്.